അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വാഗമണിലേക്ക് എത്തിയിരിക്കുകയാണ്. വാഗമണിലേക്ക് വരുന്ന വീഡിയോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഈരാറ്റുപേട്ട വാഗമൺ റോഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ. ഇപ്പോൾ നമ്മൾ റൈറ്റാണ് പോകുന്നത്. വാഗമണിൽ നിന്ന് റൈറ്റ് എടുത്ത് ഏലപ്പാറയ്ക്ക് പോകാമെന്ന് വെച്ചു. ഇതുവരെ ഞാൻ പോയിട്ടില്ല. പോകാത്ത വഴി കൂടെ ഒരു യാത്രയാണ് ഉദ്ദേശം. നോക്കാം എങ്ങനെയുണ്ടത്. വാഗമണിൽ തന്നെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മളീ പോകുന്ന വഴിയിലാണ് വാഗമണിലെ മൊട്ടക്കുന്നുകളുള്ളത്. ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് ഉള്ളത്. നമ്മൾ അവിടെയൊന്നും ഇപ്പോൾ കയറുന്നില്ല. നമ്മൾ നേരെ റോഡ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളും ഉണ്ട്. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വീക്കെൻഡ് ആണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള, ടൂറിസ്റ്റുകളെ കൊണ്ട് കൂടുതൽ തിരക്കുള്ള ഒരു ദിവസമായിട്ട് മാറും. വലിയ ബസ്സുകളിലടക്കം ആളുകളുണ്ട്. നമ്മൾ ഈ എത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് തൊട്ടടുത്താണ്. ഇത് തന്നെയാണ് മൊട്ടക്കുന്ന്. ഇവിടെയാണുള്ളത്. ഇവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റ് എടുത്ത് പോയത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പാസ് എടുത്ത് ഉള്ളിൽ കയറി ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അന്ന്. ഇനി പോകുമ്പോൾ വീഡിയോ എടുക്കാം. നമുക്ക് തൽക്കാലം ഏലപ്പാറയ്ക്ക് തന്നെ പോവാം. നമ്മളിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തങ്ങൾപ്പാറ 1 കിലോമീറ്റർ. അതായത് ഇവിടുന്ന് റൈറ്റ് എടുത്ത വഴി വേണം തങ്ങൾപ്പാറ പോകാൻ. വാഗമണിലെ ഏറ്റവും അടിപൊളി ഡെസ്റ്റിനേഷൻസിൽ, നല്ല വ്യൂ ഒക്കെ ഉള്ള ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് തങ്ങൾപ്പാറ. തൽക്കാലം വെറുതെ പരിചയപ്പെടുത്തി പോവാണ്. നമുക്ക് ഇനിയൊരിക്കൽ സമയം കിട്ടുമ്പോൾ പോവാം അവിടെയൊക്കെ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്താണ്. ഇഷ്ടം പോലെ വണ്ടികളാണ് വന്നു പോകുന്നത്. ഞായറാഴ്ച ആയതിൻ്റെ ഒരു വലിയ തിരക്കാണ്. വാഗമണിൽ എന്തായാലും സീസൺ ഓണായി എന്ന് നിസ്സംശയം പറയാം. അതിൻ്റെ ഒരു സൂചനയും പരിപാടിയൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വലിയ ബസ്സുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അങ്ങനെയാണ്, അത് തമ്മിൽ ആണ് ബ്ലോക്ക്. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഗ്യാപ്പിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അതാ നമ്മൾ പൈൻ വാലി എത്തി. പൈൻ വാലിയുടെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. നിറയെ ആളുകൾ, എന്തുമാത്രം ആളുകളാ. വാഗമൺ ഫുൾ ഓണാണ്. മലയാളി നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല, വിദേശികളും ഇഷ്ടം പോലെയുണ്ട്. എന്തായാലും ഒരു കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ല കച്ചവടമൊക്കെ കച്ചവടക്കാർക്കും കിട്ടുന്നുണ്ടാവും. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. പൈൻ വാലി അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് കാണണം. ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള സ്ഥലമാണ് പൈൻ തോട്ടം. പിന്നെ ഒരിക്കലും അവിടെ മാത്രമായിട്ട് കയറാം നമുക്ക്. അപ്പോൾ നമ്മൾ തൽക്കാലം ആ ടൗണിലെ തിരക്ക് കഴിഞ്ഞ് ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അവരുടെ ഓഫീസാണ്. ബേസിക്കലി തിരക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ എൻജോയ് ചെയ്യാൻ വരുന്നു എന്നുള്ളത് ഒരു തരത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ആളുകൾക്ക് വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. മാത്രമല്ല ഇവിടെ ഉള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർക്കും വലിയ പോസിറ്റീവാണത്. അപ്പോൾ ഈ റൂട്ടിൽ തന്നെയാണ് അഡ്വഞ്ചർ പാർക്ക് കേട്ടോ. അപ്പോൾ ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡെസ്റ്റിനേഷൻ അടങ്ങുന്നതാണ് ഈ ഏലപ്പാറ റൂട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ആളുകൾക്ക് പരിചയപ്പെടാനും പറ്റിയൊരു യാത്രയാണിത്. എനിക്കും ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ധാരണയായി. വാഗമണിൽ എവിടെയാണ് മുരുകമല, കുരിശുമല, അതേപോലെ ഉളുപ്പുണി, അങ്ങനെ
പതുക്കെ വൈകുന്നേരമായതോടെ കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. നമ്മൾ റോഡ് അങ്ങനെ മറയുന്ന നിലയിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഒന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രോൺ ഷോട്ട്സ് ഒന്ന് എടുത്ത് നോക്കാം. കിടിലായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ആകാശത്ത് ഇങ്ങനെ പലയിടത്തും അത് ഈ ക്യാമറയിൽ സൂമില്ലാത്തതുകൊണ്ട് കിട്ടില്ലല്ലോ. നമുക്കൊന്ന് ഇടയിലൂടെ ഒന്ന് ഡ്രോൺ പറത്തി നോക്കാം. ഇതും നല്ല അടിപൊളി ഹൈ റേഞ്ച് റോഡാണ് കേട്ടോ. നല്ല വളവും തിരിവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള റോഡുമാണ്. നന്നായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നാലും ഈ റോഡ്. ഒരു കുഞ്ഞൻ റോഡിൽ ഇങ്ങനെ എന്തൊക്കെയോ തപ്പി നടക്കുകയാണ്. പശു കുട്ടിയടക്കമുണ്ട്. ഏലങ്ങൾ കുറേ കാണാൻ തുടങ്ങി കേട്ടോ. തേയിലത്തോട്ടമുണ്ട്, അതിനിടയ്ക്ക് ഏലങ്ങളും ഉണ്ട്. ടൈഫോയിഡ് ടീ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അവരുടെ പ്ലാന്റേഷനാണ്. അതിനിടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആഹാ, ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണല്ലോ. നമ്മളൊന്ന് നിർത്തി കാണേണ്ട വ്യൂ പോയിൻ്റ്. നമുക്ക് ഇപ്പുറത്ത് നിർത്താൻ നോക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കിടിലൻ അടിപൊളി സ്ഥലമല്ലേ, എന്ത് രസമാണല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. ഞാൻ പറഞ്ഞ പോലെ ഇത് കുട്ടിക്കാനം റോഡാണ്. ഈ കുട്ടിക്കാനത്തേക്ക് കുട്ടിക്കാനം റോഡിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ വേറൊരു യാത്രയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.